മുസ്ലിം ലീഗിന് തലകളാണ് പ്രശ്നം. രണ്ട് തലകളാണ് ഇപ്പോൾ പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതിലൊന്ന് കെ.ടി. ജലീലിൻ്റെ തലയാണ്, മറ്റൊന്ന് മാത്യു കുഴൽനാടൻ്റെ തലയാണ്. കെ.ടി. ജലീലിൻ്റെ തല അറുത്തു കഴിഞ്ഞു. അതിനുവേണ്ടി ഉപയോഗിച്ചത് ആടിനെയാണ് എന്ന് മാത്രം. അതിനുശേഷം തല ഉയർത്തിക്കാട്ടി പ്രകടനവും നടത്തി. ക്രൂരമായ, നിന്ദ്യമായ ഒരു പ്രകടനം. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വാർത്ത നൽകിയില്ല. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചെയ്ത ഈ ക്രൂരകൃത്യം ആളറിയേണ്ട എന്ന് കരുതിയാണോ? മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എല്ലാവരും ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. മറ്റൊരു തല മാത്യു കുഴൽനാടൻ്റെതാണ്. മാത്യു കുഴൽനാടനിലേക്ക് വരുന്നതിന് മുമ്പ് തല പ്രശ്നത്തിൽ കെ.ടി. ജലീൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് വായിച്ച് നമുക്ക് മാത്യു കുഴൽനാടനിലേക്ക് പോകാം. ആദ്യം കെ.ടി. ജലീലിൻ്റെ പോസ്റ്റ്. അതിങ്ങനെയാണ്: ഇന്ന് ആടിൻ്റെ തല, നാളെ എൻ്റെ തലയോ എന്നാണ് ചോദ്യം. ഇത്തവണ കെ.ടി. ജലീലിനെതിരെ പ്രതിഷേധിക്കാൻ, അല്ലെങ്കിൽ കെ.ടി. ജലീൽ പരാജയപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ഒരാടിനെയും കൊണ്ടുവന്ന് റോഡ് അരികത്ത് വെച്ച് ആടിനെ അറുത്ത് തല ഉയർത്തി കാണിക്കുന്ന ക്രൂരകൃത്യം ചെയ്തു മുസ്ലിം ലീഗ് പ്രവർത്തകർ. അതേക്കുറിച്ചാണ് കെ.ടി. ജലീൽ എഴുതുന്നത്. ഇന്ന് ആടിൻ്റെ തല, നാളെ എൻ്റെ തലയോ? മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തലയറുപ്പ് രാഷ്ട്രീയത്തിനെതിരെ അവസാന ശ്വാസം വരെയും പൊരുതും. 1000 തവണ വർഗീയ കൂട്ടുമുന്നണി എന്നെ തോൽപ്പിച്ചാലും നിങ്ങൾക്ക് കീഴടങ്ങുന്ന പ്രശ്നമില്ല. മതേതര രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ പതാക നെഞ്ചോട് ചേർത്ത് ഉയർത്തിപ്പിടിച്ച് മരിച്ചു വീഴുന്നതുവരെ സധൈര്യം മുന്നോട്ട് പോകും. തലയെടുക്കാൻ ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. വെട്ടിവീഴ്ത്താൻ ചങ്കൂറ്റമുള്ളവർക്ക് അംഗത്തിനിറങ്ങാം. തല വെട്ടുന്നവരുടേതല്ല മലപ്പുറം, തല കാക്കുന്നവരുടേതാണ് മലപ്പുറം. ആ മലപ്പുറത്തിന് വേണ്ടിയാകും ശിഷ്ടകാല പോരാട്ടം. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് കെ.ടി. ജലീൽ ആണ് എന്നോർക്കണം. തല വെട്ടുന്നവരുടേതല്ല മലപ്പുറം, തല കാക്കുന്നവരുടേതാണ് മലപ്പുറം. ആ മലപ്പുറത്തിന് വേണ്ടിയാകും ശിഷ്ടകാല പോരാട്ടം എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കെ.ടി. ജലീൽ. എന്തായാലും കെ.ടി. ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് ചർച്ചയായിരുന്നു, വലിയ ചർച്ചയായില്ല. പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ സംഭവത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. അന്തിചർച്ച നടത്തുന്ന ചാനൽ അവതാരകരൊന്നും അത് കണ്ടതായി നടിച്ചില്ല. അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്ത് അതുണ്ടാക്കിയ ചലനം, മുസ്ലിം രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ ചലനം ഏറെ വലുതാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെയാണ് കെ.ടി. ജലീലിൻ്റെ പോസ്റ്റും ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ഇത് നമുക്ക് മാത്യു കുഴൽനാടനിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ദൃശ്യം കാണാം. ഓട്ടും വാങ്ങി കേസിക്ക് വേണ്ടിട്ട് ലീനെതിരെ പറഞ്ഞു. അല്ല സൂപ്പറാണ്. ഡയലോഗ് എന്നോടല്ലോ ഒന്നും വേണ്ട. ഒരു മിനിറ്റ് കത്തിക്കില്ല. രണ്ടു വാക്ക് സംസാരിക്കും. കൂടി കുഴൽനാടാ മൂരാച്ചേ, പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം. ലീഗിന് നേരെ വേണ്ടാട്ടോ, കളി വേണ്ടാട്ടോ. ലീഗിന് നേരെ പോരിന് വന്നാൽ വീട്ടിൽ കയറി ഇരുത്തും ഞങ്ങൾ. പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം. യൂത്ത് ലീഗിൻ പ്രതിഷേധം. മുസ്ലിം ലീഗ് സിന്ദാബാദ്. എന്താണ് മാത്യു കുഴൽനാടൻ ചെയ്ത തെറ്റ്? മാത്യു കുഴൽനാടനോട് രാഷ്ട്രീയമായും ആശയപരമായും വിയോജിപ്പുള്ളവരുണ്ടാകാം. അത് എനിക്കുമുണ്ട്. ഞങ്ങളത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടപെടലിനെ വിമർശിച്ചിരുന്നു. എന്താണ് ഇടപെടൽ?
കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാകണമെന്ന് പരസ്യമായി പറയുക, ജനവികാരം കോൺഗ്രസ് കണക്കെടുക്കണം എന്ന് പറയുക, എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെട്ടു എന്നർത്ഥം. അത് ശരിയാണോ? ഘടകകക്ഷികൾ തമ്മിലുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ പാലിക്കണ്ടേ? മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാരായിരിക്കണം, മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ഇന്നാളായിരിക്കണം എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് സമ്മതിക്കുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന താക്കീതും നൽകിയിരുന്നു. ഇത് മുസ്ലിം ലീഗ് പ്രവർത്തകരെ വല്ലാതെ ക്ഷോഭിപ്പിച്ചിരിക്കുകയാണ്. അവർ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നു. എവിടെ മാത്യു കുഴൽനാടൻ്റെ പോസ്റ്ററുണ്ടോ തലയുണ്ടോ അത് വെട്ടിമാറ്റി കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. എന്ന് വെച്ചാൽ ആടിൻ്റെ തലയാണ് KT ജലീലിൻ്റെ പ്രതീകമായി എടുത്തത് എങ്കിൽ ഇവിടെ ഇതാ പോസ്റ്ററുകളാണ് മാത്യു കുഴൽനാടൻ്റെ തലയുടെ പ്രതീകമായി എടുക്കുന്നത് എന്നർത്ഥം. വളരെ നിന്ദ്യമായ രാഷ്ട്രീയ പ്രവർത്തനം, വളരെയേറെ വിമർശിക്കപ്പെടേണ്ട രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ നമ്മളാരും അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചാൽ അത് മുസ്ലിം സമുദായത്തിന് നേരെയാക്കി മാറ്റും. അപ്പോൾ പറയും ഇസ്ലാമോഫോബിയ എന്ന് പറയും. അപ്പോൾ മാധ്യമം രംഗത്തിറങ്ങും, മീഡിയ വൺ രംഗത്തിറങ്ങും, ചർച്ചകൾ നടക്കും. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ തെറ്റായ ഹീനമായ പ്രവൃത്തിയെ വിമർശിച്ചാലും അത് മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനമായി മാറ്റിയെടുക്കാൻ വലിയ കഴിവാണ് ഇവർക്കുള്ളത്. അത് അവർ പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനെ വിമർശിക്കാൻ, അപലപിക്കാൻ രംഗത്ത് വരാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.